സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാലോ, വേഗം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ 12th ചാപ്റ്റർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ടു ദ ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ആധാരശിലകൾ. അങ്ങനെ നമ്മുടെ 12ാമത്തെ ചാപ്റ്ററും നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ എത്തുകയാണ്. നമ്മുടെ 7th സ്റ്റാൻഡേർഡ് ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് എന്ത് ചെയ്യുന്നു, കഴിയുന്നു. ഓക്കെ, ഹാപ്പി അല്ല എല്ലാവരും? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര ഹിസ്റ്ററി ഒക്കെ ആയിട്ട് തുടങ്ങിയത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ കുറേ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വന്നു. ലാസ്റ്റ് ഹിസ്റ്ററിയുടെ കുറച്ച് സോഴ്സസും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, അവിടെ കഴിയും. ഓക്കെ, ഒരു ചെറിയ ചാപ്റ്റർ, മിക്കവാറും തിങ്കളാഴ്ച സോഷ്യലിന്റെ ക്ലാസ് ആയിരിക്കുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും, കഴിയും കേട്ടോ. ഓക്കെ, സോ അതോടെ നമ്മുടെ സോഷ്യലിന്റെ ക്ലാസ്സോടെ പതുക്കെ അവസാനിക്കും. അപ്പോൾ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ആധാരശിലകൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി. എന്താണ് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കാനുള്ള ടൈം തരാം. പരീക്ഷയ്ക്ക് ചോദിക്കും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. അപ്പൊ എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ കേട്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിക്കാനുള്ള ടൈം ഞാൻ എന്തായാലും തരും. മെറ്റീരിയലിൽ നോക്കിയിട്ടോ സ്ക്രീനിൽ നോക്കിയിട്ടോ ഈ ഒരു ടേബിൾ നോക്കിയിട്ടോ പഠിക്കാം. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയൊരു പ്രദേശത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തെ കുറിച്ചിട്ടോ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ തരുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ലോക്കൽ എന്ന് പറഞ്ഞാൽ? ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ എന്നർത്ഥം. ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. പക്ഷേ ഒരു വലിയൊരു രാജ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതാണെന്ത് ശരിക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ ഒരു ഡാറ്റ കാണിച്ച്, ഒരു വലിയ പ്രദേശത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, കമ്പാരിറ്റീവ്ലി ഒരു കുഞ്ഞു പ്രദേശത്തിന്റെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയും. കുഞ്ഞുങ്ങളെ ക്ലിയർ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്, വലിയൊരു പ്രദേശത്തിന്റെ ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ പ്രദേശത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവിടെ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയും. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പൊ എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ, ഓക്കെ, അപ്പൊ എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിരുന്നേക്കുക. ദ ഡോക്യുമെന്റ് ദ ഹിസ്റ്ററി ഓഫ് വാസ്റ്റ് റീജിയൻ ഓർ പ്ലേസസ് ഓഫ് ദ കൺട്രി, വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ, ഒരു വലിയ പ്രദേശത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഈ ഹിസ്റ്ററി മാത്രം വേഗം നോക്കാം കേട്ടോ സാർ, ജസ്റ്റ് ഒരു 8 മിനിറ്റ് കേട്ടോ, 10 സെക്കൻഡ്. ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിംഗ് ദ റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് ഹിസ്റ്ററിക്കൽ റിമൈൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചരിത്രം എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. ഇനി പണ്ട് കാലത്തുണ്ടായിരുന്ന സംസ്കാരങ്ങൾ, നമ്മുടെ സൊസൈറ്റി, സമൂഹം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ ഹിസ്റ്ററി ശരിക്കും ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. അതിനുശേഷം ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താരതമ്യേന ഒരു ചെറിയ പ്രദേശത്തിന്റെ ഒക്കെ ആണെങ്കിൽ, ഒരു സ്മോൾ റീജിയൻസിന്റെ ഒക്കെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. രണ്ടാമതായിട്ട് ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന ചിലപ്പോൾ ഫെസ്റ്റിവൽസ് ആയിരിക്കാം, അതേപോലെ അവിടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, അതായത് പ്രാദേശിക ആഘോഷങ്ങൾ, രുചിശീലങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഏതില്? പ്രാദേശിക ചരിത്രത്തിലാണെങ്കിൽ. ലാസ്റ്റ് പോയിന്റ്, by democratizing history due to representation is given to region, peoples and events and that have been left out of the mainstream of history. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങളും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾ അർഹമായ പ്രാധാന്യം നൽകുന്നു. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വലിയൊരു പ്രദേശത്തെ കുറിച്ചിട്ട് പഠിക്കുന്നു, അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചിട്ട് പഠിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നോക്കിയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് ഒരു മീറ്റിംഗ് ഇവരോട് പറഞ്ഞിട്ടല്ലേ സാർ? ഓക്കെ, യെസ്, ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റിവിഷൻ തുടങ്ങുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ സാറ്. കേട്ടവർക്ക് ഒന്ന് ഡാറ്റ കാണിച്ചേ. നമ്മുടെ ലാസ്റ്റ് ടേം റിവിഷൻ നമ്മൾ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഈ പഠിക്കുന്നതൊക്കെ നമ്മുടെ ക്ലാസ് വെച്ച്, സോഷ്യൽ ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചു പോകുന്നതൊക്കെ ഞാൻ ഇവിടെ വെച്ച് പഠിപ്പിച്ചു പോകുന്നുണ്ട്. ഇതൊന്നും ഇനി റിവിഷന്, ആ ഒരു റിവിഷന്റെ ടൈമിൽ നമുക്ക് തുറന്ന് നോക്കേണ്ട അവസ്ഥ വരരുത് കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് എന്ത് ചെയ്തേക്കുക, പഠിച്ചേക്കുക. ഓക്കെ, സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, എന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ February 29.
ഇതിനൊക്കെ അല്ലേ അടുത്ത ദിവസം മുതൽ റിവിഷൻ കയറാൻ പോണത്. ഓക്കെ, സുന്ദര ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, എടാ അപ്പോൾ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററിയും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും ഒരു വലിയ പ്രദേശത്തെ കുറിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഹിസ്റ്ററി. ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു തന്നു, ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. പറഞ്ഞ കൺസെപ്റ്റുകൾ വരെ ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും ആ ടേബിൾസ് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. കാര്യം ഇപ്പോൾ ആ സാധനം ഇവിടെ വെച്ച് പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതുമ്പോൾ സ്റ്റെക്ക് ആയിട്ട് നിൽക്കും. കൺസെപ്റ്റ് ഓക്കെയാണ്, അതെന്ത് ചെയ്താൽ മതി, പഠിച്ചിരുന്നാൽ മതി എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിൽ മിനിമം 1-2 പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, സെയിം സംഭവം. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി? അതായത് നമുക്ക് ചരിത്രത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഇത് മുതൽ നമുക്ക് ഇവിടെ വെച്ച് പഠിച്ചു പോകണം, ഒട്ടും ടൈം കളയാനില്ല, ഇവിടെ വെച്ച് ഈ മൊമെന്റ് പഠിച്ചോളണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തതാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തുക്കൾ, മോണ്യുമെന്റ്സ് അഥവാ സ്മാരകങ്ങൾ, ലിറ്റററി വർക്ക്സ് സാഹിത്യകൃതികൾ, ട്രാവലോഗ്സ് സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പർ അഥവാ പത്രങ്ങൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അഥവാ ഔദ്യോഗിക രേഖകൾ. ഓക്കെ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാനായിട്ട് കിട്ടുന്ന സ്രോതസ്സുകൾ അഥവാ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയും, നമുക്ക് ചരിത്രത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ചില സ്രോതസ്സുകളൊക്കെ ഉണ്ടാവും. ആ സ്രോതസ്സുകളാണ് ഇനി പറയുന്നത്. ആർക്കിയോളജിക്കൽ റിമെയിൻസ് പുരാവസ്തുക്കൾ എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. 2 മോണ്യുമെന്റ്സ് സ്മാരകങ്ങൾ, ലിറ്റററി വർക്ക്സ് സാഹിത്യകൃതികൾ, ട്രാവലോഗ്സ് സഞ്ചാരക്കുറിപ്പ്, ന്യൂസ് പേപ്പർ പത്രങ്ങൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അഥവാ ഔദ്യോഗിക രേഖകൾ. ഇതിൽ ഏതെങ്കിലും ഒരു 4 പഠിച്ചു കഴിഞ്ഞാൽ ഒരു വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്ത് എനി ഫോൺ വേഗം ഫാസ്റ്റ് ഏതെങ്കിലും 4 പറയുന്നുള്ളൂ കേട്ടോ. ഇത് ഇവിടെ വെച്ച് പഠിച്ചു തീർക്കണം കേട്ടോ, ഇത് എല്ലാവർക്കും പറ്റും ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ 4 പഠിച്ചു തീർത്തവര് നമ്മൾ പറഞ്ഞ പോലെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഷെയ്ക്കാൻ കൊടുത്ത് അങ്ങോട്ട്. യെസ്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഉറക്കെ പറ. ഓക്കെ, ഞാൻ പറയുന്ന ഒരാളെ വിളിക്കൂ സാർ. ദേവഗായത്രി PD എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടോ ക്ലാസ്സിൽ? കണ്ട ധൈര്യക്കണം ലാറ്റത്ത് ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ട് ദേവപ്രയാഗ MS വിളിക്കണം കേട്ടോ. കൊച്ചേ വേഗം ഒന്ന് പറഞ്ഞു ഏതൊക്കെയാ ഹിസ്റ്ററിക്കൽ സോഴ്സസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ? ഓക്കെ മ്യൂട്ട് ചെയ്തോ, എന്തായാലും പഠിച്ചിട്ടുണ്ട്, സെറ്റാണേ. ഓക്കെ, അടുത്തത് ദേവപ്രയാഗ MS ഇല്ലേ? വിളിക്ക്. കൊച്ചെ വേഗം ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഹിസ്റ്ററിക്കൽ സോഴ്സസ്, ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാ പറഞ്ഞോ. വേഗം മ്യൂട്ട്. അയ്യോ കിട്ടുന്നില്ല ഇല്ല, അങ്ങനെ തന്നെ വിളിച്ചോ, സമയം കളയണ്ട. ആരാ? ഇവ മരിയെ. ഇവ കുട്ടി പറഞ്ഞോ. ലൈബ്രറി ലിറ്റററി വർക്ക്സ്, കുഞ്ഞെ മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അടുത്ത ഒരാളെയും കൂടി വിളിക്കാം. ഞാൻ പറയുന്ന വേണ്ട, സാറിന് ഇഷ്ടമുള്ള ആളെ വിളിച്ചോ. അമൽ കൃഷ്ണ. അമലേട്ടൻ പറഞ്ഞേ എന്തൊക്കെയാ ഹിസ്റ്ററിക്കൽ സോഴ്സസ്, ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാനുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാ? പഠിച്ച എല്ലാവരും വേഗം റൈസ് ആൻഡ് ചെയ്ത് ടൈം കളയാതെ വേഗം. ഓക്കെ, അപ്പൊ എനിക്ക് എത്ര പേര് പഠിച്ചു കഴിഞ്ഞ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാ. അമലേട്ടൻ പറഞ്ഞോ. അങ്ങോട്ട് പറഞ്ഞോ ഏതൊക്കെയാ? ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരാളാരാ സാർ? അമയ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ എടാ, സെറ്റാണ്. അപ്പൊ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് ഉറക്കെ വീട്ടിലെല്ലാവരും കേൾക്കണം. യെസ് ഉറക്കെ പറഞ്ഞേ. യെസ്, അങ്ങനെയല്ല യെസ് ഇതാണ്. ഓക്കെ, അങ്ങനെ ഉറക്കെ പറയണം കേട്ടോ, വീട്ടിലെല്ലാവരും കേൾക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അടുത്ത് നിങ്ങളുടെ അടുത്തോട്ട് പാരൻസ് ഒക്കെ അടുത്തോട്ട് എന്താണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ ചോദിച്ചിട്ട് പാരൻസ് അടുത്തേക്ക് പറഞ്ഞാൽ എനിക്ക് സ്ക്രീനിൽ കാണണം കേട്ടോ. ഓക്കെ, ഞാൻ അതും പറഞ്ഞിട്ട് വിളിക്കരുത് കേട്ടോ ദയവ് ചെയ്ത്. ഓക്കെ, ദാ സാധനമൊക്കെ വിളിക്കും, ദാ ദേവപ്രയാഗ MS ഒക്കെ. ഞാനൊക്കെ യെസ് ഇങ്ങനെ കാണിക്കണ്ട കേട്ടോ. ഓക്കെ, ഒച്ച കേട്ടിട്ട് എന്താ
നാച്ചുറൽ വരണം. ഓക്കെ, കഴിഞ്ഞു. അടുത്ത് ഇതാ മഞ്ഞ ഷർട്ടുകാരൻ്റെ അടുത്തിരിക്കുന്ന കാരണം അതല്ല, നേരെ ബാക്കിലത്തെ സ്ക്രീൻ പോയെ പോയിന്നുണ്ട്. ഇപ്പുറത്തെ റൈറ്റ് സൈഡിലെ സ്ക്രീൻ കാണിച്ച്, അല്ല ഇപ്പുറത്ത് മാറ്റി വയ്ക്കാൻ മതി. അതിനേക്കാണ് പൊളിക്കാൻ എന്തായാലും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും. അടുത്തത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ആർക്കിയോളജിക്കൽ സോഴ്സസ്. ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ സാർ, എല്ലാവരും ലോർ ചെയ്തു, പുരാവസ്തുക്കൾ എന്ന് പറയും. ഈ പുരാവസ്തുക്കളിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ചരിത്രത്തെ കുറിച്ചുള്ള തെളിവുകൾ കിട്ടാറുണ്ട്. അത് എന്തിനൊക്കെയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവ ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ വെർ മെയ്ഡ്. വാട്ട് ആർ ദേ? അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് അങ്ങനെ തന്നെ ചോദിക്കുകയുള്ളൂ. അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളണം. കോയിൻസ് അഥവാ നാണയങ്ങൾ, ലിത്തിക് മോണ്യുമെന്റ്സ് അത് അടുത്ത പറയൂട്ടോ, ശിലാസ്മാരകങ്ങൾ, കേവ്സ് ഗുഹകൾ, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ പുരാലിഖിതങ്ങൾ, പാലസസ് അഥവാ കൊട്ടാരം. കഴിഞ്ഞു. അപ്പൊ കുഞ്ഞുങ്ങളെ ഏതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് ഏതൊക്കെയാണ് പുരാവസ്തു സ്രോതസ്സുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി എവിടെ നിന്നൊക്കെയാണ് തെളിവുകൾ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ദാ ലിത്തിക് മോണ്യുമെന്റ്സ്, അതായത് ശിലാസ്മാരകം, കേവ്സ് ഗുഹ, പുരാലിഖിതം, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ, പാലസ്, കോയിൻസ്, ഇതിനൊക്കെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കൂട്ടെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പം ഉറക്കൊന്ന് പറഞ്ഞ ഏതൊക്കെയാ? ലിത്തിക് മോണ്യുമെന്റ്സ്, കേവ്സ്, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ, പാലസ്, അതേപോലെ തന്നെ കോയിൻസ്. പാലസിൽ കൊട്ടാരമൊക്കെ പഠിക്കും. അപ്പൊ ഞാൻ മറ്റേ കൊട്ടാരത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞു സെറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു 4 5 ഉണ്ട്, ഇഷ്ടമുള്ള 4 പഠിച്ചു കഴിഞ്ഞൊരു വേഗം റൈസ് ആൻഡ് ചെയ്ത് ഇഷ്ടമുള്ള 4. ഓക്കെ, യെസ്. അപ്പോ 4 പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അത്രയും വേണ്ട കേട്ടാ. യെസ് എന്ന് പറയാനായിട്ടൊരു സാധനം കൈവക്കിയതാണ്. ഇയാൾ എന്താണ് ഞാൻ നന്നാവെന്ന് പറഞ്ഞ പോലെയാ. ഓക്കെ, അപ്പൊ വേഗം ഷെയ്ക്കാൻ കൊടുത്തേ പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ. യെസ്, ഓഫ് ഞാൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കൊടുത്തില്ലേ? യെസ്, നീ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചോദിക്കും. അപ്പോൾ ഒരു 5 പേരോട് ചോദിക്കും, വേഗം പഠിച്ചു കഴിഞ്ഞാൽ വേഗം ഫാസ്റ്റായിട്ട് റീസ് ആൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, വിളിക്കാം നമുക്ക് ഓരോരുത്തരായിട്ട്. ആരാ വിളിക്കും സാർ? ആൻഡ്രിയ. ആൻഡ്രിയ പറഞ്ഞോ, ഏതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? മോണ്യുമെന്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, 4 പറയാൻ പറഞ്ഞിട്ട് 5 പറഞ്ഞോളൂ. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞു. ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. ഓക്കെ, ഓക്കെ, അടുത്ത ഞാൻ പറയാന്ന് ഗായത്രിയാ, നിന്നെ ഞാൻ വിശ്വസിച്ച തന്നെ, ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണമല്ലേ. ഓക്കെ, വിളിച്ചോ. സാൻഡ്ര, പറ. മോണ്യുമെന്റ്സ്, സ്മാരകം. ഓക്കെ, മതി. അടുത്തിരിക്കുന്ന കൊച്ചെന്തെങ്കിലും പറയോ? അവന് 7 മുതൽ എൻ്റെ ക്ലാസ് ഉണ്ട്. ഓടിയാ? അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാ. ചെറിയ കുട്ടികൾ, അതേപോലെ പാരൻസ്, അവരൊക്കെ ക്ലാസ്സൊക്കെ കാണാനായിട്ട് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ 8ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിനോട് ഇഷ്ടം കൂടിയിട്ട് ഒരു കൊച്ചിൻ്റെ അമ്മൂമ്മൊക്കെ ക്ലാസ് കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കൊച്ചിൻ്റെ അമ്മൂമ്മ. ഞാൻ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയോ? ഓക്കെ, അതായത് അമ്മൂമ്മ വരെ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് പഠിച്ചിരുന്നു. ഓക്കെ, ഒളിച്ചിരിക്കുകയാണോ? കുഴപ്പമില്ല, നമുക്ക് വിളിക്കാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടാ. ഓക്കെ, അടുത്തൊരാൾ വിളിക്കാം സാറേ. അടുത്തത് ഞാൻ പറയുന്നത് വിളിക്കോ? ആഗ്നേയ് എന്ന് പറഞ്ഞൊരുത്തരല്ലേ? വിളിച്ചോ. ആഗ്നേയ്, പറ, പറഞ്ഞോ. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാ? നിന്റെ അടുത്ത് ഏതാണ്ട് കൈ ഏതെങ്കിലും ഒരു പാരന്റ് അടുത്ത് ചോദിക്കണമെന്നുള്ള ഇപ്പൊ വിചാരിച്ചോളൂ. കറക്റ്റ് സമയത്ത് മുമ്പോട്ട് വന്നു. വേഗം ഒന്ന് പറഞ്ഞോ, ഏതൊക്കെയാ ആർക്കിയോളജിക്കൽ സോഴ്സ്, പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതൊക്കെയാ? ആഗ്രഹം ഇപ്പൊ പറഞ്ഞില്ലേ? പറഞ്ഞോ. ഒരു ക്ലാപ്പ് കൊടുത്തല്ലോ. ഇതേപോലെയാണ്. എന്തൊരു സന്തോഷമാണ് നോക്കി. ഓക്കെ, അപ്പോ
അതല്ല, അന്ന് 8ാം ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ വേറൊരുത്തര മൂവ്മെന്റ് വന്നേക്കാണ്. ചോദിക്കി അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റില്ല എൻ്റെ മോനോട് ചോദിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഒരു 2 ആളുടെ അടുത്തും കൂടെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിലോട്ട് പോകട്ടോ. വേഗം ഒരാളെ വിളിച്ചു, സാർ ആരാ വിളിക്കും? പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് റീസ് ആൻഡ് ചെയ്തോട്ടോ. ആരാ? അദ്വൈത പറഞ്ഞു. എന്താണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയണ്ടേ? ലിത്തിക് മോണ്യുമെന്റ്സ്. മോനെ കിടിലമായിട്ട് പറഞ്ഞു. ഓക്കെ, അടുത്തത് അടുത്ത ആളെ വിളിച്ചു. അടുത്താരാ? ലാസ്റ്റത്തെ ആളുണ്ടോ? ആരാണ്? ആദിൻ. ഓക്കെ, ആദിനും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഇപ്പൊ തന്നെ ഏകദേശം നമ്മുടെ ക്ലാസ്സിൽ ഒരു 10-85 പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആദിൻ പറഞ്ഞോ, വേഗം പറഞ്ഞു. ഏതൊക്കെയാ ആർക്കിയോളജിക്കൽ സോഴ്സസ്? എക്സാമ്പിൾ ഏതൊക്കെയാ? പറഞ്ഞോ. ഒച്ച പറഞ്ഞേ, കേൾക്കണില്ലല്ലോ. ഓക്കെ, മതി. നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ? പറയുന്നുണ്ട് ശരിക്കും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ചു. എനിക്കിത് സെറ്റ് ആണെങ്കിൽ ഓക്കെ, സെറ്റാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ലിത്തിക് മോണ്യുമെന്റ്സ് ആണ്. പരീക്ഷയ്ക്ക് ഇതിനെ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയും. എന്താ? മഹാശിലാ സ്മാരകങ്ങൾ. അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ചില സ്മാരകങ്ങൾ എന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും. ഓക്കെ, എന്താ? സ്മാരകങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇന്ദ്രീസ് സാറിന്റെ ക്ലാസ്സിൽ മുമ്പ് ഡാൻസ് വരെ കളിച്ചു. അതെ, ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടായിരുന്നില്ലേ? ഓക്കെ, യെസ്. ആരുടെ അമ്മൂമ്മയാണെന്ന് എനിക്ക് ഓർമ്മയില്ലത്. ഓക്കെ, പിന്നെ അമ്മൂമ്മനെയും ആ കൊച്ചിനെയും പിന്നെ അവനെ തന്നെ പിന്നെ ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല. ഡാൻസ് കളിച്ചാൽ വഴിക്ക് പോയിരുന്നുണ്ട്. ഓക്കെ, യെസ്. എടാ, അപ്പൊ നോക്കിയിരുന്നു. അപ്പൊ മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ പിക്ചർ കാണിച്ചിട്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഓക്കെ, വിളിക്കാട്ടോ. അടുത്ത ആരാണ്? ഇതിന് മുമ്പ് കാണിച്ച കമന്റിലുള്ള ആളെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെയാ പറയേണ്ടത്? ഏതൊക്കെയാ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. ഒരു പ്രാവശ്യം കൂടെ ഏതൊക്കെയാ ലിത്തിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഉറക്കെ പറഞ്ഞേ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞു. സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. അപ്പോൾ ഒറ്റ പ്രാവശ്യം കൂടെ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കും നമ്മുടെ ലിത്തിക് മോണ്യുമെന്റ്സ് അഥവാ മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാന്ന് പറയണ്ട? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. ഓക്കെ, ഡോറ പറയുന്ന പോലെ പറഞ്ഞാൽ മതി, അപ്പൊ പിന്നെ നമ്മൾ മറക്കൂല. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ച് റീസാൻഡ് ചെയ്യണ്ട. ഓക്കെ, കഴിഞ്ഞു. അടുത്തത് ഇതെന്താണെന്ന് ഡെഫിനിഷൻ നമുക്കൊന്ന് പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, അവനെ വിളിച്ചോട്ടെ സാർ. Okay, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. Okay. The lithic monuments are the historical remains found out from the different parts of the Kerala. As they were built with huge stones, they were known as megalithic monuments. Okay, ഇത്രയും കാര്യങ്ങളുള്ളൂ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകൾ ശിലാസ്മാരകങ്ങൾ എന്ന് പറയും. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് പോയിന്റ് വേണ്ട. ഈ 2 പോയിന്റ്സ് പഠിച്ചാൽ മതി. പക്ഷെ വളരെ പെട്ടെന്ന് പഠിക്കണം. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം ആയി വരുന്നു. ഈ ഒരു ക്വസ്റ്റിനും കൂടെ മിക്കവാറും നമുക്കിന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വേഗം പഠിച്ചു കഴിഞ്ഞവരൊന്ന് റീസാൻഡ് ചെയ്തേ. വേഗം പഠിച്ചു കഴിഞ്ഞവരൊന്ന് റീസാൻഡ് ചെയ്തേ, വളരെ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ദ ലിത്തിക് മോണ്യുമെന്റ്സ് ആർ ദ ഹിസ്റ്ററിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഇൻ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കേരള. ആസ് ദീസ് were built with the huge stones, these were known as the megalithic monuments. ഓക്കെ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർ വേഗം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളെ ശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കും. വലിയ ശിലകൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനെന്ന് വിളിക്കും? മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, മിക്കവാറും തിങ്കളാഴ്ച സോഷ്യൽ ആയിരിക്കുള്ള ക്ലാസ്. തിങ്കളാഴ്ചത്തെ സോഷ്യൽ ക്ലാസ്സോടെ ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വെറുതെ തീർക്കാനാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച പകുതി ക്ലാസ് മതി. പക്ഷേ ഇതേപോലെ നമുക്ക് പഠിച്ച് എൻജോയ് ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ ക്ലാസ് വേണ്ടി വരുവേ. അപ്പോൾ തിങ്കളാഴ്ച ഞാനോ ഗോപിക മിസ്സോ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ല ഈ ഒരു ചാപ്റ്റർ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഏറ്റവും ആദ്യം നേറ്റീവ് ലോസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ് പഠിച്ചു. അത് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ക്ലാസ്സിൽ മെജോറിറ്റി പഠിച്ചത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ലോക്കൽ ഹിസ്റ്ററി, അതേപോലെ ഹിസ്റ്ററി ആയിട്ടുള്ള ഡിഫറൻസ് പഠിച്ചു. പിന്നെ അതിനുശേഷം എന്താ പഠിച്ചത്? ഹിസ്റ്ററിക്കൽ സോഴ്സസ് പഠിച്ചു, ആർക്കിയോളജിക്കൽ എവിഡൻസ്, മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്, അതിന്റെ എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ
ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചേ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു, അടിപൊളിയായിട്ടെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ച എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടൊക്കെ വരിക. ആരുടെ കുഞ്ഞിനെ കുത്തി കാണിച്ച് എനിക്കതിന് തീരെ ഇഷ്ടപ്പെടണില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ മുനിയറ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുക. അല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ലീവ് ആയിക്കോളൂ. ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാറെങ്കിൽ സംസാരിക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ നിന്നോട്ടാ. ഓക്കെ, യെസ്. വിളിച്ചോ ദേവേട്ടാ, എന്താണ് സംശയം? അത് ഫുള്ളായിട്ട് എഴുതാൻ പറഞ്ഞ ചോദിക്കൊന്നുമില്ല എന്തായാലും. അതിന്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ചില വൺ വേർഡ്സ് ഒക്കെ ചോദിക്കുകയുള്ളൂ. അതായത് ഫുള്ള് കഥ പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏത് വർഷമാണ് നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത്, എത്ര വർഷമാണ് ജയിലിൽ ഉണ്ടായിരുന്നത്, പിന്നെ അതിനുശേഷം അവിടെ ഫോം ചെയ്ത പാർട്ടി ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. ഫുള്ളായിട്ട് ചോദിക്കൊന്നുമില്ല കേട്ടോ എന്തായാലും. ഓക്കെ, അങ്ങനെ ചോദിക്കുള്ളൂ എന്തായാലും കേട്ടാ. അതാണ് ദേവനാരായണന്റെ അടുത്താരാ? ഒന്ന് പിൻ ചെയ്തേ സാർ. എവിടെ? അയ്യോ പോയാ? അയ്യോ സ്റ്റക്കായ ദേവനാരായണ. ഞാൻ എവിടെയോ. അതെ, എവിടെയാണെന്ന് മറന്നിരിക്കണു. ഇനി പറഞ്ഞോളൂ ഗായത്രി. അയ്യോ എന്താ റീഡിംഗ് കോമ്പറ്റീഷൻ 2020? അയ്യോ കണ്ടില്ലല്ലോ, ഒന്നുകൂടെ കാണിച്ചേ. അയ്യോ മോനെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ഒരു കാര്യം ചെയ്യൂ, മെന്ററുടെ നമ്പറിലേക്ക് അയച്ചിരുന്നാൽ മതി. ഞാൻ നോക്കിയിട്ട് റിപ്ലൈ പറയാം കേട്ടാ. നെറ്റ് കട്ടായി പോണം മോനെ. സ്റ്റക്കായിട്ട് കാണോ? സ്റ്റേറ്റ് ലെവൽ ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷൻ 2025-26. വാവ്, സൂപ്പർ. ഒരു ക്ലാപ്പ് കൊടുത്ത്. ഗ്രേറ്റ്. ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പഠിപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താ 2 വാവ്, സലകല വല്ലഭ. ഞാൻ പഠിപ്പിച്ചതിന്റെ ഗുണമല്ലാണ്ട് എന്ത് പറയാളേ. അതെ, ഞാൻ വെറുതെ പറഞ്ഞാൽ അതിന് ഓർമ്മയില്ല എന്നുള്ളത്. അങ്ങനെ അപ്പൊ ഓക്കെ. അപ്പോ ദേവേട്ടാ, ചേച്ചി പഠിക്കണൊക്കെ ഉണ്ടോ നോക്കണോട്ടാ. എന്താ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉറപ്പിക്കരുതിട്ടാ. ഓക്കെ, ദേവനാരായണ അവളങ്ങനെ പലതും പറയും, നീ ഒന്നും കേൾക്കരുതിട്ടാ. നീ ഒന്നും കേട്ട് ചീത്ത വരരുത്. ഓക്കെ, ടാറ്റ. അല്ലൊന്നും പറയാറുണ്ടാ. നിങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ 7ാം ക്ലാസ്സിലോട്ട് 6ാം ക്ലാസ്സിലോട്ട് 5ലോട്ടൊക്കെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ സ്ഥലമില്ലേ, നിങ്ങളൊക്കെ പേടിച്ചാണ് ഞാൻ 7ലോട്ടൊക്കെ വന്നത്. ഓക്കേടാ, അപ്പൊ ടാറ്റ. ഉഷാറായിട്ടിരിക്കട്ടെ എല്ലാവരും. ഓക്കെ ഗായത്രി കുട്ടി, ടാറ്റ. ഓക്കെ ദേവേട്ടാ, ടാറ്റ. മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് ഇത് മറ്റേ ശ്രേയനല്ലേ? നിനക്ക് പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് ഡൗട്ടേ. നിനക്ക് പറഞ്ഞു തരാത്ത കാരണം എന്താണെന്നറിയോ? എവിടെ അവനെവിടെ? സച്ചിൻ സാർ വിളിക്ക് അവനെ വിളിക്ക്. രംഗത്തേക്ക് വിളിക്ക്. എന്തിനു വിളിക്കാണ്? വാതിലടച്ചിട്ടേക്കാണോ? എന്നാ പോയി വിളിച്ചിട്ടോ വേഗം. എന്നിട്ട് അവിടെ വിളിക്കാം അടുത്താളെ. പൂയത്തിന് വരി കേട്ടോ അല്ലേ? അതല്ലേ നീ
ഐസ്ക്രീം പൂയത്തിന് വരിക കേട്ടോ, അതല്ലേ? എന്താ കേട്ടില്ല? ഗായത്രി ഒന്ന് പറഞ്ഞേ, ഒരു മിനിറ്റ്. ഗായത്രി കുട്ടി ഡൗട്ട് ആണെന്നെങ്കിലും ശരി കേക്കണില്ലല്ലോ. എന്നാ ചോദിച്ചു. ആ സെപ്പറേറ്റ് ആംനിറ്റീസ് ആക്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സിന് വേണ്ടി പാസ്സാക്കിയ നിയമങ്ങൾ ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ നിയമങ്ങൾ എഴുതണം. അങ്ങനെ ചോദിക്കുള്ളൂ എന്തായാലും. ഓക്കെ. അയ്യോ ഗായത്രി പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് വിട്ടാണല്ലോ കേൾക്കണത്. എന്ത് പറ്റി? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ അവിടെ? രാവിലെ കുഴപ്പമുണ്ടായില്ലല്ലോ. എന്താണ് സെപ്പറേറ്റ് ആംനിറ്റീസ് ആക്ടിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അങ്ങനെ അതല്ല ചോദിച്ച മോൻ? ഇല്ല, ഇതേ രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ എന്തായാലും. ഓക്കെ, ശ്രേയനെ മൺമിട്ട് ചെയ്തു. സച്ചിൻ സാർ മിസ്സിംഗ്. വലിയ ഉയരങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മറന്ന്. ഒരു മെസ്സേജ് അയച്ചായിരുന്നോ സച്ചിൻ സാർ എനിക്ക്? അതെ കേട്ടാ, തിരക്കുള്ള മനുഷ്യനായി കഴിഞ്ഞപ്പോ അങ്ങനെയാണ് കേട്ടാ ശ്രേയ. രണ്ട് ശരീരം ഒരു ആത്മാവായിട്ട് നടന്നിരുന്നവിടെ. എന്നിട്ട് ആരെയൊക്കെ കണ്ട്? ആ എന്നിട്ട് പെട്ടെന്ന് പോയില്ലേ? എന്താണ് ശ്രേയക്കുട്ടി സംശയങ്ങളൊക്കെ? എന്താണ് സച്ചിൻ സാർ ഇരിക്കി? ആണോ? മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്താണെന്നുള്ള അല്ലെ? മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്